ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ജാൻമണിയായിട്ട് കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ജാൻമണി പറയുന്നുണ്ട്, ഇന്നലെ എന്നെ ഒരാൾ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ. ആദ്യം ഇത് കേട്ടപ്പോൾ രഞ്ജിനി അവിടെ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണെങ്കിൽ പിന്നെയും ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് രഞ്ജിനി നീ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം ജാൻമണി ഉണ്ടെങ്കിൽ ഇതെനിക്ക് രഞ്ജിനിയുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഏതോ ഒരാൾ എൻ്റെ ഡ്രസ്സിൽ പൂ കണ്ടിട്ട് അത് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ കയറി പിടിക്കുകയാണ് ചെയ്തത്. ഞാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുടിക്കുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അയാളെ ഉണ്ടെങ്കിൽ ഭാര്യയും മക്കളടുത്തൊക്കെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഭാര്യയും മക്കളും ഭയങ്കര കരഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ഞാൻ ഇതേ കണക്ക് ഒരു കേസും കൊടുക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ വന്നതെന്നായിരുന്നു ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ രഞ്ജിനി പറഞ്ഞൊരു കാര്യം, നീ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു, ഇതാണ് ഒരുപാട് പേരുടെ പ്രശ്നം. ഇതേ കണക്ക് ബാക്കിയുള്ളവർ കരയുന്ന കാണുമ്പോഴത്തേക്ക് ഈ പ്രശ്നം ഭയങ്കര ചെറുതായിട്ട് വിട്ടിട്ട് അങ്ങ് കളയുന്നതായിരിക്കും. അത് കാരണം ഒരുപാട് പേരാണ് പിന്നെ ഭാവിയിൽ ാവുന്നതെന്നായിരുന്നു രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കറക്റ്റുള്ള കാര്യമാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാരുണ്ടെങ്കിൽ കരഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇവരെ വിടും. പിന്നെ അവന്മാർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതേ കണക്കുള്ള അവന്മാർ കാരണം ബാക്കിയുള്ളവർക്കും ഉണ്ടായി ചീത്ത പേരാണ്.